ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും അതുപോലെ തന്നെ രഞ്ജിനിയെയാണ്. അപ്പോൾ രഞ്ജുവും ഇവർ രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ രഞ്ജുവിൻ്റെ കഥ പറയുകയാണ് കേട്ടോ. ഒഴിച്ച് മറ്റാരെയും സഹിക്കാൻ പറ്റുമായിരുന്നില്ല. പിന്നെ അവന് പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നു. അവനും അങ്ങനെയായിരുന്നു. അവന് ഈ ലോകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏക ആൾ ഈ ഞാനായിരുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്കത് ക്ഷമിക്കാൻ പറ്റുമായിരുന്നു. അവൻ ചെയ്ത പല കാര്യങ്ങളും ഞാനത് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് അവൻ ജീവിതത്തിൽ ചെയ്തു എന്ന് പറഞ്ഞു. അതെന്താണെന്നറിയോ? അപ്പോൾ ആദർശ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നേക്കുമായി. പിന്നീട് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം അധികം വൈകാതെ തന്നെ എൻ്റെ വീട്ടുകാർ എൻ്റെ വിവാഹാലോചന ആലോചിച്ചു. നിശ്ചയം വരെ കഴിഞ്ഞതാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ല ആദർശേട്ടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ മറ്റെവിടേക്കെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ സമയത്ത് ഒരു ജോബിൻ്റെ ഓഫർ വരുന്നത്. ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് അതൊരു റിലീഫായി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദർശ് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് നമ്മുടെ ചാർലി ചാപ്ലിനില്ലേ എന്ന് ചോദിച്ചു. ചാർലി ചാപ്ലിനെ അറിയില്ലേ? ചാപ്ലിൻ ഒരിക്കൽ സ്റ്റേജിൽ ഒരു കോമഡി പറഞ്ഞു. ആൾക്കാരൊക്കെ ചിരിച്ചു. പുള്ളി അതേ കോമഡി തന്നെ വീണ്ടും പറഞ്ഞു. നേരത്തെ ചിരിച്ച അതേ ആൾക്കാർ രണ്ടാമത് പറഞ്ഞപ്പോൾ ചിരിച്ചില്ല. പിന്നെ മൂന്നാമതും പിന്നെ അതേ കോമഡി തന്നെ അയാൾ പറഞ്ഞു. അപ്പോഴും ആരും ചിരിച്ചതേയില്ല. പുള്ളി അപ്പോൾ ഓഡിയൻസിനോട് ചോദിച്ചു, ഒരു കോമഡി രണ്ടാമതും മൂന്നാമതും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ല എങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? കറക്റ്റല്ലേ എന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ. എന്തിനാ വെറുതെ? ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് അങ്ങ് വിചാരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ആ പയ്യൻ ആരാണെന്ന് ആദർശൻ എന്താ ചോദിക്കാത്തത്? ഞാൻ എന്തിനു ചോദിക്കണം? അത് തൻ്റെ സ്വകാര്യതയല്ലേ. സാധാരണ ആണുങ്ങൾ ഇങ്ങനെയല്ല. അവർക്ക് ആ പയ്യനെക്കുറിച്ച് അറിയണം. പിന്നെ അവർക്ക് പല കാര്യങ്ങളും അറിയണം. ആദർശേട്ടാ, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ആണുങ്ങളെ മാത്രമേ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളൂ. നിങ്ങളതിൽ ഒരാളാണ് കേട്ടോ. അപ്പോൾ ആദർശനും സന്തോഷം. അപ്പോൾ ആദർശിന് ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ആദർശ്, രഞ്ജു ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ആദർശ് ഫോണും എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. മാറി നിന്നുകൊണ്ട് തന്നെ വേണി പറയേ, എന്താ വേണി എന്ന് ചോദിച്ചു. അപ്പം അതെ, നിങ്ങളെവിടെയാണ് മനുഷ്യ? അതോ ഞാൻ ബാങ്കിൽ തന്നെയുണ്ട്. എന്താ വേണി എന്ന് ചോദിച്ചു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അപ്പം ഒന്നും മിണ്ടുന്നില്ല. എന്ത് അത്യാവശ്യം? ഒരു അത്യാവശ്യമില്ല കേട്ടോ, ഞാൻ വെറുതെ വിളിച്ചതാ എന്ന് പറഞ്ഞ് വേണി വേഗം തന്നെ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ആദർശം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വേണിക്ക് ആകെ വിഷമായിട്ടോ. കള്ളം തന്നെയാണ് തന്നോട് പറഞ്ഞതെന്ന് വേണി ഉറപ്പിച്ച് നിൽക്കുന്ന സമയമാണത്. അപ്പോൾ ആദർശിന് ഒരു വിഷമം. അപ്പം രഞ്ജു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അടുത്ത പണി എന്താ കൊടുക്കാമെന്ന്. പിന്നെ കാണുന്നത് നമ്മുടെ കമലയിടത്തിനെയാണ്. കമലയിടത്തി ആ കുഞ്ഞുടുപ്പുകളെല്ലാം പെറുക്കി വെച്ചിട്ട് അതിൽ നോക്കിയിരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗരി അകത്തേക്ക് വരണത്. കമലയിടത്തി, എന്താ കമലയിടത്തി ഇത്? ഒരിക്കലും എനിക്ക് അമ്മയാവാൻ കഴിയില്ല, അതെനിക്കറിയാം ഗൗരി. ഇതൊന്നും ഇനി എനിക്ക് ആവശ്യമില്ല ഗൗരി. എന്താ, ശരിയല്ലേ? അപ്പോൾ കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിത് നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇതേ എൻ്റെ സമ്മാനം കേട്ടോ, ഇത് നീ സ്വീകരിക്കണം. അപ്പോൾ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഗൗരി അത് മനസ്സോടെ സങ്കടത്തോടെ ആണെങ്കിലും അത് വാങ്ങുകയാണ്, കമലയിടത്തിയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. അപ്പോൾ അത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഗൗരി. സ്റ്റക്കായിപ്പോയി എന്ന് പറയാം കേട്ടോ. എന്താണെന്നറിയോ, എൻ്റെ കണ്ണുനീര് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിനക്കത് കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ ഗൗരിയും കരയാൻ തുടങ്ങി. അപ്പോൾ വേഗം ഗൗരിയുടെ കണ്ണൊക്കെ തൂത്തു. കമലയുടെ സങ്കടം കണ്ടപ്പോൾ ഗൗരിക്ക് സഹിക്കാനേ പറ്റിയില്ല. ഇതിയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു സ്ത്രീക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്, അതാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സാരമില്ല ഗൗരി, ഇതെൻ്റെ വിധിയാണ്. ഇനിയിപ്പോൾ എന്താ കുഴപ്പം? വിധിയെ തോൽപ്പിക്കാൻ നമുക്ക് എന്തായാലും കഴിയില്ലല്ലോ ഗൗരി. പിന്നെ ഈ ഉടുപ്പുകൾ നീ വച്ചോട്ടോ, നിൻ്റെ കുഞ്ഞ്. ഇതൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തുന്നിയ ഉടുപ്പുകളാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. നിനക്കറിയോ? പിന്നെ ഉണ്ടല്ലോ, വയറിൽ ഞാനിങ്ങനെ കൈവച്ച് നോക്കും. എന്തിനാണെന്നറിയോ നിനക്ക്? അതെ ഗൗരി, അപ്പോൾ എനിക്ക് ഓരോ ഉടുപ്പിൻ്റെയും അളവ് എനിക്ക് അറിയാൻ പറ്റൂട്ടോ. പിന്നെ ഇതിലൊക്കെ ചില ഉടുപ്പുകളൊക്കെ വലുതാട്ടോ, അത് ഞാൻ അങ്ങനെ തുന്നിയെടുത്തതാ. ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാ.
പിന്നെ എല്ലാം ഞാൻ തന്നെ എൻ്റെ കയ്യിൽ തുന്നിയതാ. ഞാൻ അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതും അത്രയേ ഉള്ളൂ, അല്ല ഗൗരി? ഗൗരി, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പം ഇവിടെ ഒരു ആവശ്യമില്ലാത്തൊരു സ്ത്രീയായി മാറി. അവരെയും തെറ്റു പറയാൻ പറ്റില്ല, അല്ലേ ഏട്ടത്തി? ഈ സമയത്ത് ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പറയാ. എത്ര ക്രൂരമായിട്ടാ ഇവരൊക്കെ ഏട്ടത്തിയോട് പെരുമാറിയത്. എന്നിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഏട്ടത്തി എന്തിനാ ഇവർക്കൊക്കെ മാപ്പ് കൊടുത്തത്? ഏട്ടത്തി ആ കേസ് പിൻവലിച്ചിട്ട് എത്ര ദിവസമായി? അപ്പോഴേക്കും കണ്ടില്ലേ, അവരൊക്കെ പഴയ സ്വഭാവം വീണ്ടും ആവർത്തിച്ച് തുടങ്ങിയിരിക്കുക. ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തിൻ്റെ കാല് പിടിക്കാൻ പോലും ഇവർക്കൊന്നും ഒരു ഉളുപ്പും നാണവും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ഏട്ടത്തി മാപ്പ് കൊടുത്തിട്ട് എന്ത് നേടി എന്ന് ചോദിച്ചു. അപ്പോൾ കമല ഇങ്ങനെ ഇരുന്നിട്ട്, ഗൗരി, ഇനി അവരെ ശിക്ഷിച്ചിട്ട് എന്താ പ്രയോജനം ഗൗരി? നീ പറയാ. അവരൊക്കെ ഇനി എന്ത് ചെയ്താലെന്നിപ്പോൾ എന്താ? ഇനി എനിക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല. അവരെയൊക്കെ ശിക്ഷിച്ചതുകൊണ്ട് ഇനി അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും മാറ്റം ഉണ്ടാവാൻ പോണില്ല. ഈ ജീവിതത്തിൽ ഇനി എനിക്ക് ഒരു സന്തോഷവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതെൻ്റെ വിധി. അങ്ങനെ ഓർത്ത് സമാധാനിക്കാം. ആ വിധി മറ്റാർക്കും മാറ്റിയെടുക്കാനൊന്നും കഴിയില്ല ഗൗരി. ഞാനിങ്ങനെ വെറും വേദനിച്ച് തന്നെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കും. അതാ എനിക്കുള്ള യോഗം. ശേഖരേട്ടൻ്റെ ഇനിയിപ്പം എന്നെ തല്ലാനായിട്ട് ഒരു കാരണം കൂടിയായി എന്ന് പറയാം. അമ്മയാവാൻ പോലും ഭാഗ്യമില്ലാത്തവളെ എത്ര വേണമെങ്കിലും തല്ലാലോ, എത്ര വേണമെങ്കിലും ഉപദ്രവിക്കാലോ, ആരും ചോദിക്കില്ലല്ലോ. അത്രയ്ക്കും എന്ന് പറഞ്ഞു. മതി, നിർത്ത. ഏട്ടത്തി കൂടുതലൊന്നും പറയണ്ട. ദേ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന ഈ ഞാനോ? നീ ഒന്ന് പറ ഗൗരി. അപ്പോൾ ഗൗരിയും കമലയും കൂടെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് അങ്ങ് കരയാണ് കേട്ടോ. സങ്കടം സഹിക്കാൻ പറ്റണില്ല. പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ്. അപ്പോൾ വേണി ഇതേണ്ട ഷോപ്പിങ്ങിനും രാദർശനെയും കാണാൻ പോയിട്ട് കയ്യിൽ പാക്കറ്റൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ നന്ദിനി അമ്മയും മുത്തശ്ശിയും ഉമ്മർത്ത് നിൽപ്പുണ്ട്. മോളെ വേണി എന്ന് വിളിച്ചു. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വേണിയുടെ അടുത്തേക്ക് ചെല്ലണത്. എന്തുട്ടാ നന്ദിനി അമ്മേ? അല്ല, ആദർശ് എവിടെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിനിമയ്ക്കും കറങ്ങാനും ഒക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ നീ ഇവിടുന്ന് പോയത്? പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. നീ എന്താ മോളെ തനിച്ച് പോകുന്നത്? ആദർശിനെ കണ്ടില്ലേ? അതെ, കണ്ടില്ലേന്ന് ചോദിച്ചാലുണ്ടല്ലോ മുത്തശ്ശി. ഞാൻ ആദർശേട്ടനെ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ശരിക്കും പോയത്. അതെന്താണെന്നറിയോ? എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞ് ബാങ്കിൽ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തുട്ടാ പറയുക, പണി പാളിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്. എൻ്റെ മുത്തശ്ശിയെ, നന്ദിനിയമ്മേ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നും പറയണ്ട കേട്ടോ. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പുതിയ മോളിലൊന്ന് പോയിട്ടോ. എൻ്റെ പൊന്നോ, അവിടെയാണെങ്കിൽ എന്തൊക്കെയോ ഓഫറുകൾ ഉണ്ടായിരുന്നോ. അത് ഈ വെക്കേഷനായിട്ടേ. അതുകൊണ്ട് ഒട്ടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ പോരാ, ഒരു സൂചി കുത്താനായിട്ട് ഇടയുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുമെന്ന് പറ. ഈ തിക്കിലും തിരക്കിലും പെട്ട ഇടി കൊണ്ട് ഞാൻ ഒരു പരുവായിട്ടോ നന്ദിനിയമ്മേ. സത്യം പറയട്ടെ, മോളിൽ നിന്നിറങ്ങി നേരെ ബാങ്കിലേക്ക് വച്ച് പിടിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. മോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ പൊന്നോ, എന്തോരു മുടിഞ്ഞ ചൂടാ. 2 കരിക്കും ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചിട്ടും എൻ്റെ ദാഹം മാറിയില്ല കേട്ടോ. അതൊരു ചൂടാ നന്ദിനിയമ്മേ. പിന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ബാങ്കിലേക്ക് പോവാണ്ട് ശരിക്കും തിരിച്ച് റിട്ടേൺ അടിച്ചു. അല്ല, നീ എന്തൊക്കെയോ സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ? ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. നമ്മുടെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എത്ര ഗ്ലാസ്സാണ് ഇവിടെ പൊട്ടിച്ചത് ഞാൻ. അപ്പോൾ ഒരു ഗ്ലാസ് സെറ്റ് വാങ്ങാമെന്ന് വെച്ചോ. ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. നോക്കിയേ നന്ദിനിയമ്മേ, നോക്കിയേ മുത്തശ്ശിയെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ വേറെ ആവേശത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ എങ്കിലും വേണിക്ക് ശരിക്കും സങ്കടമുണ്ട്. വേണി ഇങ്ങനെ പുറത്ത് കാണിക്കാതെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുണ്ട് നമ്മുടെ നന്ദിനിയമ്മയ്ക്കും മുത്തശ്ശിയും ഒക്കെ വാങ്ങിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ അവർ നോക്കിയിട്ട്, അതെ, വീടിനോട് നമുക്ക് സ്നേഹമുള്ളപ്പോഴാണ് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ തോന്നുന്നത് കേട്ടോ. മോളെ വേണി, നീ ഒരു കാര്യം ചെയ്യുക. ഇനി മുതൽ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ നീ വാങ്ങിയാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിനക്ക് പുറത്തുനിന്ന് ചുറ്റിക്കറങ്ങുകയും ചെയ്യാം, വീട്ടിലേക്ക് സാധനങ്ങളും ആവും. അല്ലേ നന്ദിനി?
ആ അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. മോള് വാ എന്ന് പറഞ്ഞാൽ ഇവരകത്തേക്ക് കയറി പോവാണ് 3 പേരൂടെ. അപ്പോൾ വേണി ഇങ്ങനെ പോയി. അപ്പോൾ ഈ നന്ദിനി അമ്മ ഇതെല്ലാം കിച്ചണിലേക്ക് കൊണ്ടുവെക്കാനായിട്ട് നന്ദിനി അമ്മയും ആ കൂടെ മുത്തശ്ശിയും അപ്പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ വേണിയുടെ മുഖമൊക്കെ ആകെ മാറി. ആകെ വളരെ ഡള്ളായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ ആ മത്താപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഇപ്പം വേണമെങ്കിൽ നമുക്കൊരു കാച്ചങ്ങോട്ടേക്ക് കാച്ചാം. പക്ഷേ അത് വേണ്ട കേട്ടോ. എന്തായാലും നമുക്ക് ആദർശ് മോനെ എന്താന്ന് ചോദിക്കുകയും ചെയ്യാം. വേണ്ട, വൈകിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ പറഞ്ഞത്. വരട്ടെ, വന്നതിന് ശേഷം ഞാനങ്ങ് പൊരിച്ചടുക്കുന്നുണ്ട്. ഞാൻ അപ്പം എങ്ങോട്ടാണ് പോയതെന്നും എന്ത് കള്ളവാ പറയുന്നതെന്ന് എനിക്കൊന്ന് കേൾക്കണമല്ലോ. എനിക്ക് ആ റൊട്ടി ഗ്രാവിനെ ഒന്ന് വേണം പൊളിച്ചടുക്കാൻ എന്ന് പറഞ്ഞ് വേണി ഇങ്ങനെ കണക്ക് കൂട്ടി നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ രഞ്ജുവിനെയും ആദർശിനെയാണ്. അപ്പോൾ ആദർശിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. ശരി സാർ, ഞാൻ ഉടനെ എത്താം. ഞാൻ ആ ചെക്ക് ക്ലിയർ ചെയ്തോളാം സാർ. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. രഞ്ജു ബാങ്കിൽ നിന്നല്ലേ എന്ന് ചോദിച്ചു. അതെ രഞ്ജു. ഡേഡോ താനിപ്പോൾ ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടോട്ടെ. ആദർശേട്ടനെ ഇപ്പം തന്നെ പോണോ എന്ന് ചോദിച്ചു. അല്ല, കുറച്ച് നേരം കൂടി എൻ്റെ അടുത്തിരുന്നിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പന്തികേട് ആദർശിന് തോന്നി. അല്ല, തനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ടല്ല ആദർശേട്ടാ. എന്താ, നമ്മളെ കേൾക്കാൻ ഒരാളെ കിട്ടുന്നത് എത്ര വലിയ കാര്യമാണെന്ന് ആദർശേട്ടൻ അറിയോ? ക്ഷമയോടെ എന്നെ കേൾക്കാൻ എത്രയും നാളും എനിക്ക് ഒരാളും ഉണ്ടായിരുന്നില്ല ആദർശേട്ടാ. അതുകൊണ്ടാണ് ഞാനീ പറയണത്. ഇപ്പോൾ ആദർശേട്ടനോട് സംസാരിക്കുമ്പോൾ ആദർശേട്ടൻ എന്നെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, എന്നെ മനസ്സിലാക്കാനായിട്ട് എന്നെ കേൾക്കാനായിട്ട് ഒരാളുള്ളതുപോലാണ് എനിക്ക് തോന്നണത്. എന്നെ മാത്രം കേൾക്കുന്ന ഒരാൾ, അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് നേരം കൂടി, ഒരിത്തിരി നേരം കൂടി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്തിരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശം ഇങ്ങനെ മിണ്ടോ നിൽക്കുകയാണ്, പേടിച്ചു. അപ്പോൾ എന്തോ ഒരു പന്തികേട് മണത്തു. അപ്പോൾ വേഗം തന്നെ രഞ്ജു ആദർശിൻ്റെ കയ്യെ കയറി പിടിച്ചു കൂട്ടും. ഇതോടെ ആയപ്പോൾ ആദർശൻ ആകെ സമനില നെറ്റി വേഗം ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു. എന്താ ആദർശേട്ടാ എന്ന് ചോദിച്ചു. എനിക്കൊരിത്തിരി വെള്ളം വേണം, അത്രയേ ഉള്ളോ, ഞാൻ പേടിച്ചു പോയി, എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രഞ്ജു പോയി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമായിട്ട് വന്നു. എന്നിട്ട് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതെ, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ആദർശേട്ടനെ ഫോണിൽ വിളിച്ചോട്ടെ. എന്തിന്? അല്ല, എനിക്ക് ഈ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ടാ. അല്ല, പണ്ടേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും, എന്ത് രസമാണ് ആദർശേട്ടൻ്റെ ഓരോ ശബ്ദങ്ങളും. അതെ, ഞാൻ വിളിച്ചോട്ടെ എപ്പോഴും എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശിൻ്റെ കയ്യിലിരുന്ന് ഗ്ലാസ് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി ആകെ. എന്നിട്ട് അതൊക്കെ ഷർട്ടിലൊക്കെ വെള്ളം ചാടി. അയ്യോ, ഷർട്ടിൽ വെള്ളം ചാടിയല്ലോ. അതൊന്നും സാരമില്ല. ആദർശേട്ടനെ BP ഉണ്ടോ? BP അതെന്താ? അല്ല, ഭാര്യയെ പേടി. എനിക്കോ? ഞങ്ങളുടെ ബോക്സിംഗ് ചാമ്പ്യന് എന്തായാലും ആ ഭാര്യയെ പേടി ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആദർശ ആ വെള്ളം അങ്ങ് കുടിച്ചു. എന്നിട്ട് അവിടുന്ന് സ്കൂട്ടാകാനാണ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ രഞ്ജു, എന്നാൽ ശരി കേട്ടോ, എന്നാൽ എനിക്ക് ബാങ്കിൽ ചെന്നിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ആദർശേട്ടാ പോവില്ലേ, ഒറ്റ മിനിറ്റ് ആദർശേട്ടാ എന്ന് പറഞ്ഞു. രഞ്ജു, എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പോയേ പറ്റുള്ളൂ. ഒരൊറ്റ മിനിറ്റല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, പ്ലീസ്. എനിക്ക് തരാനായിട്ട് ആദർശേട്ടൻ്റെ കയ്യിൽ 1 മിനിറ്റ് പോലും ബാക്കിയില്ലേ? 1 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പോൾ വരാട്ടോ, ഞാൻ പറയാതെ പോവരുതേ എന്ന് പറഞ്ഞു. അപ്പം എന്ത് പറ്റി ഈ രഞ്ജുവിന്, ഇവക്ക് എന്താ എന്നിങ്ങനെ ആദർശം ഇങ്ങനെ ആലോചിച്ചോ നിൽക്കുകയാണ്. അപ്പോൾ രഞ്ജു അകത്തേക്ക് പോയിട്ട് കയ്യിൽ ഒരു പെർഫ്യൂം കുപ്പിയൊക്കെ ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങി വന്നുടനെ തന്നെ, ഇതെന്താ? ഇതാ നോക്ക്, ഇതെന്താണെന്ന് ആദർശേട്ടൻ അറിയോ? ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെർഫ്യൂമാണ്. അതെന്താണെന്നറിയോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണം. അതുകൊണ്ട് ഇതെൻ്റെ ആദർശേട്ടനും ഈ മണം ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെർഫ്യൂമിൻ്റെ കുപ്പി തുറന്ന് ആദർശിൻ്റെ ദേഹത്തേക്ക് അടിക്കുകയാണ് ഇങ്ങനെ നിന്നിട്ട്. അപ്പോൾ ഈ ആദർശം ഒന്നും മിണ്ടിയില്ല ആദ്യമൊന്നും. അപ്പോൾ ഇതെന്ത് ഇവൾ കാണിക്കണത് എന്നൊന്നും മനസ്സിലാവാതെ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്പ്രേ അടിച്ച ശേഷം ആദർശിൻ്റെ ഷർട്ടിലേക്ക് ഇങ്ങനെ മണം പിടിച്ച് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരികയാണ്. ഇവളെന്താ ഇങ്ങനെ? ഇനി എന്താണേലും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. അപ്പോൾ ആൾ ഭയങ്കര ഇതായിട്ട് റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് കണ്ണൊക്കെ അടച്ചു പിടിച്ചാണ് ഇങ്ങനെ മണത്തും ഇങ്ങനെ വരുന്നത്. ഈ സമയത്ത് ആദർശ് പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാകുകയാണ്. ഒരക്ഷരം മിണ്ടിയില്ല, നേരെ ചാടുന്നത് നമ്മുടെ മോളി ആൻറ്റിയുടെ ഫ്രണ്ടിലേക്ക്. മോളി ആൻറ്റിയെ കണ്ടപ്പോൾ മോളി ആൻറ്റി എന്നൊക്കെ ഒരു പയ്യെ വിളിച്ചിട്ട് വേഗം തന്നെ. അപ്പോൾ മോളി ആൻറ്റിക്ക് ഒരു സംശയം, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്താ ഒരു വശപ്പശക ലുക്ക്.
സംതിങ് ഫിഷ്യൽ, എന്തോ ഒരു പ്രശ്നം. അപ്പോൾ വേണ്ട ആദർശ് പോയതൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മണാണ്, ഇനി ആദർശേട്ടന് സ്വന്തമാണ് കേട്ടോ, ഇതെൻ്റെ ഗിഫ്റ്റാണ്, ഇത് സ്വീകരിക്കണം, ഇത് വാങ്ങിക്കുക ആദർശേട്ടാ എന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് നോക്കുമ്പം ആദർശിൻ്റെ പൊടി പോലും കാണുന്നില്ല. അപ്പം ആകെ ഒന്ന് പരതിയെങ്കിലും ആൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശിനെ കണ്ടല്ലോ എന്നൊക്കെ ഓർത്ത്. പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി ആ ഉടുപ്പും കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ ശങ്കർ അങ്ങോട്ടേക്ക് വന്നു. എന്താ ക്ടാവേ, എന്താ എൻ്റെ ക്ടാവിൻ്റെ പരിപാടി? അപ്പോൾ ആളിരുന്ന് കരയാണ്. അപ്പോൾ ശങ്കർ ഓടി അങ്ങോട്ടേക്ക് വന്നു. ഗൗരി, നീ കരയാണോ? എന്ത് പറ്റി നിനക്ക്? കൊടുങ്ങല്ലൂർ അമ്മയെപ്പോലെ പവർഫുള്ളായി നിൽക്കുന്ന ആളാ കരയേ? എന്തിട്ടാ പറ്റിയത്? ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? ചോദിച്ച് കേട്ടില്ലേ നിന്നോട്? എന്താ ക്ടാവേ, നിനക്കെന്താ പറ്റിയത്? നീ എന്തിനാ കരയണതെന്ന്? അപ്പം ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുഞ്ഞുടുപ്പ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, കൈ പിടിച്ചേക്കാണ്. ശങ്കർ, ഇതാണ് എൻ്റെ കണ്ണീരിൻ്റെ കാരണം. ഇതറിയോ? ഇത് കമലയെടുത്തി സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് തുന്നിയ ഉടുപ്പുകളായതൊക്കെ. അറിയോ ശങ്കർ എന്ന് ചോദിച്ചു. എന്താ ചെയ്യുക, ഏട്ടത്തിയെ കൊണ്ട് എനിക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റണില്ല ശങ്കർ. ഏട്ടത്തിയെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ ഈ ഡ്രസ്സുകൾ ഇടിയിക്കണം എന്ന് പറഞ്ഞ് കമലയെടുത്തി എൻ്റെ കയ്യിലേക്ക് തന്നതായി ഡ്രസ്സ്. നീ എന്തിനാ ഗൗരി അത് വാങ്ങാൻ പോയത് എന്ന് ചോദിച്ചു. മരിച്ചു പോയ ഒരു കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ നമ്മുടെ കുട്ടിക്ക് ഇടാൻ പാടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ശങ്കർ എന്തൊക്കെയാണ് പറയണത്? അത് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയും സങ്കടവും ഒന്നും ഏട്ടത്തിക്ക് താങ്ങാൻ പറ്റാതിരിക്കുക. അപ്പോഴാണോ ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത് എത്ര സ്നേഹത്തോടെ അത് എന്നെ ഏൽപ്പിച്ചതെന്ന് അറിയോ? എൻ്റെ ഗൗരിയെ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാട്ടോ ഞാൻ നിന്നോട് പറഞ്ഞത്. മരിച്ചവരുടെ ഡ്രസ്സുകൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാ. അതവർക്ക് ദോഷം ചെയ്യും. ഒരു ദോഷവും ദേ, ഈ ഡ്രസ്സുകൾ കമലയിടത്തിയുടെ ഹൃദയമാണ്, അതുകൊണ്ട് അത് ഇടുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു ദോഷവും വരില്ല. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ കമലയിടത്തിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ ഞാനാണെന്ന്. ഗൗരി, തെറ്റ് ചെയ്തത് ശേഖരേട്ടനല്ലേ? അതിനിപ്പം ഞാൻ എന്താ ചെയ്യുക ഗൗരി? ശേഖരേട്ടൻ മാത്രമല്ല, നമ്മുടെ അമ്മയും തെറ്റുകാരി തന്നെയാണ്. അവർ രണ്ടുപേരൂടെ ചേർന്നിട്ടാ ഏട്ടത്തിയുടെ ആ വലിയ സ്വപ്നം തകർത്ത് കളഞ്ഞത്. അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് ശേഖരേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഗൗരി, നീ വീണ്ടും അനാവശ്യമായിട്ട് കമലേടത്തിയുടെയും ശേഖരേട്ടൻ്റെയും പ്രശ്നത്തിൽ ഇടപെടാൻ പോവാ. കമലേടത്തിയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ശങ്കർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. കമലേടത്തിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ നീ കേസുമായിട്ട് മുന്നോട്ട് പോയില്ലേ? അവസാനം എന്തിട്ടാ ഉണ്ടായത്? നിന്റെ കമലേടത്തിയെങ്കിലും നിന്റെ കൂടെ നിന്നോ ഗൗരി? ഇല്ലല്ലോ. കമലേടത്തിക്ക് വാദിച്ച നീയോ? പറ, നീ ഇപ്പോഴും എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയായി മാറിയില്ലേ? ശങ്കർ, മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കമലേടത്തി ഒരിക്കലും കേസിൽ നിന്ന് പിന്മാറിയതല്ല. ശങ്കർ അങ്ങനെ കരുതുന്നുണ്ടോ? നമ്മുടെ കമലേടത്തി നിന്നെ അപമാനിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഗൗരി. സ്വന്തം ഭർത്താവ് താൻ കാരണം അപകടത്തിലാവാൻ പാടില്ല എന്ന ഒരു സ്ത്രീയുടെ മനോവികാരം, അതാണ് ശേഖരേട്ടനെ അന്ന് രക്ഷിച്ചിരിക്കുന്നത്. കമലേടത്തിയുടെ ആ സ്നേഹമാണ് ശേഖരേട്ടനും അമ്മയൊന്നും കാണാതെ പോണത്. എങ്ങനെയാ? കമലേടത്തിയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പൂർണ്ണമായിട്ട് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ശങ്കർ, ഒരിക്കലും വിട്ടിട്ടില്ല. കമലേടത്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം, ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.